ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു സംശയമായിരിക്കും, ഞാൻ സ്പെഷ്യലൈസ് ചെയ്യണോ അതോ ഞാനൊരു ജനറലിസ്റ്റ് ആവണോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത് രണ്ട് കമ്പയർ ചെയ്ത് ഒരു കൺക്ലൂഷനിൽ എത്തുന്നതായിരിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ നിങ്ങൾ സ്പെഷ്യലൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം സ്പെഷ്യലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഫീൽഡിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ തന്നെ ഒരു ഡൊമൈനിൽ തന്നെ നമ്മൾ ഇൻ ഡെപ്ത് പോയി അതിൽ എക്സ്പെർട്ടൈസ് കൂടുതൽ നമ്മൾ ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സ്പെഷ്യലൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ എക്സ്പെർട്ടൈസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിമാൻഡും ആൻഡ് സ്പെഷ്യലൈസ്ഡ് കണക്ഷൻസ്, അതായത് നിങ്ങളൊരു ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം ഡെവലപ്പേഴ്സിനെ അറിയാനും ബൈ യൂസിംഗ് ദാറ്റ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനും വളരെയധികം ഈസിയാണ്. നമ്മൾ ജനറലൈസേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ബ്രെഡ്ത്ത് ഓഫ് നോളജ് നമുക്കുണ്ടാവും, പക്ഷേ ഡെപ്ത് അവിടെ വളരെ കുറവായിരിക്കും. ആൻഡ് നമുക്ക് പല സിറ്റുവേഷനിലേക്ക്, അതായത് ഒരു സിറ്റുവേഷനിൽ നിന്ന് മറ്റൊരു സിറ്റുവേഷനിലേക്ക് ക്വിക്ക് ആയിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടുതലായിരിക്കും. കാരണം നമുക്ക് പല ഡൊമൈനെ പറ്റിയിട്ടുള്ള അറിവുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഹൈ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം കോമ്പറ്റീഷൻ കൂടുതലാണ് ആൻഡ് നമുക്ക് റെക്കഗ്നിഷനും ആൻഡ് അതുപോലെ തന്നെ എക്സ്പെർട്ടീസും വളരെ കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഒരു കമ്പാരിസൺ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിനുള്ള ഒരു ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിൽ വളരെയധികം സ്പെഷ്യലൈസ് ചെയ്ത് അതിൽ നിങ്ങൾ ഗ്രോ ചെയ്ത് ഒരു ലെവലിൽ എത്തുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അനലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ജോലിക്ക് അപ്ലൈ ചെയ്ത് നിൽക്കട്ടെ. അപ്പോൾ ഒരു രണ്ട് ആപ്ലിക്കേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് SEOയിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരാൾ, അതായത് അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം SEOയെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം മറ്റൊരു റെസ്യൂമെ അവർക്ക് കിട്ടിയേക്കുന്നത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ജേർണലിസ്റ്റിന്റെ ആണ്. അദ്ദേഹം കുറച്ച് SEO ചെയ്തിട്ടുണ്ട്, കുറച്ച് സോഷ്യൽ മീഡിയ ആർട്സ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ അങ്ങിങ്ങായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനി ആരെ ചൂസ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അതൊരു ബിഗിനർ റോൾ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സ്പെഷ്യലിസ്റ്റിനെ ആയിരിക്കും കമ്പനി ചൂസ് ചെയ്യുന്നത്. കാരണം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒബ്ജക്റ്റീവ് വളരെ ക്ലിയർ ആണ്. എല്ലാത്തിലും കുറച്ച് നോളജ് ഉള്ള ആളെക്കാട്ടിലും കൂടുതലായി അവർ പ്രിഫർ ചെയ്യുന്നത് ഒരു ഏരിയയിൽ നല്ല ഡെപ്ത് ഓഫ് നോളജ് ഉള്ള ആളെയാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസിന്റെ എക്സാമ്പിൾ എടുത്ത് നോക്കിയോ, അവർ തുടങ്ങിയതൊക്കെ ഏതെങ്കിലും ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്ത് അതിൽ നിന്നാണ് അവരുടെ ബിസിനസ് വളർന്നു വന്ന് പിന്നീടാണ് അവരത് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എത്താവുന്ന ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടങ്ങുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത് അതിൽ നല്ല രീതിയിൽ തുടങ്ങുക. ആൻഡ് നിങ്ങൾ സ്റ്റേബിൾ ആയതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഡൊമൈൻസ് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു ഹൈ ലെവൽ മാനേജേഴ്സിനെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, when they are starting they are specializing in something and as they go up they will become generalist. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം, നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ട് തുടങ്ങാം. ആൻഡ് നിങ്ങൾ ആ ഒരു ലേണിംഗ് കർവ് ഒക്കെ കഴിഞ്ഞ് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെർട്ടീസ് മറ്റുള്ള കാര്യത്തിലേക്കും മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.